സാറേ നിങ്ങൾക്ക് മടിയിൽ കളിയിലോണ്ട പഴുത് ഒളിക്കുന്നേ നിങ്ങൾ എന്തുകൊണ്ടാ പൂട്ടിയിട്ടിട്ട് കണ്ണൂരിൽ പോലീസ് സഹകരണ സംഘത്തിലേക്കുള്ള നിയമന പരീക്ഷയ്ക്കിടെ വൻ പ്രതിഷേധം. ചോദ്യപേപ്പറുകൾ കീറിയെറിഞ്ഞാണ് KSU പ്രതിഷേധിച്ചത്. പരീക്ഷാ ഹാളിനകത്ത് ഉന്തും തള്ളും ഉണ്ടായി. പിൻവാതിൽ നിയമന നീക്കം ആരോപിച്ചായിരുന്നു KSU നേതാവ് ഹരികൃഷ്ണൻ പാലാടിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. പ്യൂൺ, നൈറ്റ് വാച്ച്മാൻ തസ്തികകളിലേക്കായിരുന്നു പരീക്ഷ. ഉദ്യോഗാർത്ഥികളുടെ ഹാൾ ടിക്കറ്റും ചോദ്യപേപ്പറും വലിച്ചുകീറി KSU പ്രവർത്തകർ പ്രതിഷേധിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സെക്രട്ടറിയോട് എന്തോരം അങ്ങോട്ടേക്ക് റോങ് പറഞ്ഞു. സെക്രട്ടറി പറഞ്ഞു ഇതാ കുറെ ആൾക്കാർ വരുന്ന അതില് അവനാന്ന് നിയുക്ത MLA TU മോഹനനും KSU പ്രവർത്തകരും ചേർന്ന് സംഘം പ്രസിഡന്റുമായി വാക്കേറ്റമുണ്ടായി. പരീക്ഷ രഹസ്യമായി നടത്തിയെന്നാരോപിച്ചായിരുന്നു ബഹളം. ഹാജരായ മുഴുവൻ പേരെയും വീണ്ടും പരീക്ഷ എഴുതിക്കണമെന്നും ആവശ്യം ഉന്നയിച്ചു. ഇത്രയും നേരം എല്ലാം അതിന് നടക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടല്ല ജനപ്രതിനിധിയോട് പോലും സെക്രട്ടറി മോശമായി പെരുമാറില്ല. തടഞ്ഞേക്കേണ്ട ആവശ്യം സാർ മീഡിയാസിന് വിശദീകരണം കൊടുക്ക്, ജനങ്ങൾക്ക് വിശദീകരണം കൊടുക്കുക. അത്രയും ആവശ്യപ്പെടുന്നു. അല്ലല്ല അതത്രേ ഉള്ളൂ. അല്ലല്ല അതിന്റെ ആവശ്യമുണ്ട്. സാർ അതിന്റെ ആവശ്യമുണ്ട്. ഇവർക്ക് എന്താ കയറിക്കൂടെ? വീടാണോ ഇത്? അത്ര നേരം ഒരാടിയേനു ഞങ്ങൾ ഗവൺമെന്റ് ഓർഡർ ഉണ്ടാണ്ടോന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആദ്യഘട്ടത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു ഇതിന്റെ പ്രസിഡന്റ്. നിങ്ങൾ വന്ന് പിന്നെ അവരെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്നു. നിങ്ങൾ തന്നെ ഇതിന്റെ ബോർഡിന്റെ ആധിപത്യമാക്കുന്നു. മറ്റാർക്കും കടന്നു വരാൻ പറ്റാത്ത ഒരു ലോകമാക്കി ഇതിനെ മാറ്റുന്നു. ഇവിടെ ചെലവാക്കുന്നതിന് വൗച്ചറില്ല. വേണ്ടപ്പെട്ടവർക്ക് മാത്രം ഹാൾ ടിക്കറ്റ് നൽകിയെന്നാരോപിച്ചാണ് പരീക്ഷ തടഞ്ഞത്. ബോർഡ് അധികൃതരുമായി നടന്ന ചർച്ചയ്ക്കിടയിലും MLAയുമായി വാക്കുതർക്കമുണ്ടായി. സാറേ പോലെ പരാതി സഹകരണ സ്ഥാപനത്തിന്റെ നിങ്ങൾ മുൻകൂട്ടി ഉണ്ടാക്കിയ ലിസ്റ്റാണ് നമ്മൾക്ക് കിട്ടാതെ ഏതെങ്കിലും പരീക്ഷയിൽ അപേക്ഷ കൊടുക്കുമ്പോൾ സീറ്റ് കൊടുക്കാൻ സാർ ഒന്ന് പറഞ്ഞു.
കൊടുക്കും. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ അപേക്ഷ രജിസ്റ്റർ ആണല്ലോ. അപേക്ഷ രജിസ്റ്റേർഡ് ആയിട്ടും അല്ലെ സാധാരണ തപ്പാലും എട്ടാം തീയതി പരാതി പരാതി അത് പരിശോധിക്കും. നമുക്കില്ല സാർ. AR കൊടുത്തില്ല. താങ്കളോട് ഞാൻ പറയാം, ഏത് ന്യായപരമായ സംവിധാനങ്ങൾ നടത്തുമ്പോഴും ഒരു 5-10 ആൾക്കാർ വന്നാൽ അത് അലങ്കോലപ്പെട്ടുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇന്ന് കാലത്ത് 10 മണി സമയത്ത് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു 10 മണി വരെ വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എക്സാം വിദ്യാർത്ഥികളെ താഴെ ഓഡിറ്റോറിയത്തിൽ ഇരുത്തിച്ചു. 10 മണി സമയത്ത് പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം പരീക്ഷ നടത്തുന്ന ഏജൻസിന്റെ ആളുകൾ നമ്മളെ എക്സാം ഹാളിലേക്ക് വന്നു. സ്വാഭാവികമായിട്ട് സെക്രട്ടറിക്കൊന്നും പിന്നെ എവിടെ റോളില്ല. വിദ്യാർത്ഥികളാണ് അവരാണ് പരീക്ഷ നടത്തി നമുക്ക് തരുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മേലെ നിൽക്കുന്ന സമയത്ത് ഒരു 2-3 ആൾക്കാർ അത് നമ്മൾ താഴെ നിന്ന് ഹോൾ ടിക്കറ്റ് കാണിച്ചിട്ടാണ് മേലെ ആളെ ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നത്. അതിലുള്ള ഒരേ പേരിലുള്ള 1-2 അപേക്ഷ അങ്ങനെയാണ് താഴെയുള്ള എന്റെ സ്റ്റാഫ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. താഴെയുള്ള ഏതോ ഒരാള് തന്നെ ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് 2 ആളുകൾ മേലേക്ക് കയറിപ്പോയി. അപ്പൊ അതിനുശേഷം ഇതേ പേരിൽ തന്നെ ഒരേ അപേക്ഷ ഹോൾ ടിക്കറ്റ് ആയിട്ട് ആള് കയറി വരുമ്പോ പുള്ളി അത് തടഞ്ഞു. നിങ്ങൾ എക്സാം ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് താഴെ നിന്ന് ബഹളം വെച്ച് ഇവരെ എക്സാം ഹാളിലേക്ക് ഓടിക്കയറി നമ്മളെ ഹാളിലേക്ക് ഓടിക്കയറുന്ന നിലയാന്നുണ്ട്. അതിനുശേഷം നമ്മളിത് എക്സാം കൊടുത്ത് പരീക്ഷ കൊടുത്ത് ഹോൾ ടിക്കറ്റ് ആളുകളുടെ കയ്യിൽ വെച്ചു. അത് എക്സാമിനർ അതിന്റെ അറ്റൻഡൻസ് എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് അതിന്റെ പ്രൊസീജിയർ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് കുറച്ച് ആളുകൾ അതിലേക്ക് ഓടിക്കയറി ആടെയുള്ള പരീക്ഷ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഇത് വലിച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നമ്മള് ഈ ഒരു പോലീസ് സൊസൈറ്റിയിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധമായിട്ട് കടന്നു വരാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള ഒരു പരീക്ഷ നടക്കുന്ന വിവരം ഒരു ദേശാഭിമാനി പത്രത്തിൽ ഒരു ചെറിയ സൈഡ് നമുക്കറിയാം. ദേശാഭിമാനി പത്രത്തിൽ കൊടുക്കുന്ന വാർത്ത CPM-കാർക്ക് വേണ്ടി മാത്രം. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു ഭരണമാറ്റം അംഗീകരിക്കാൻ പോലും ഇവിടുത്തെ ഒരു അധികാരികൾ തയ്യാറായിട്ടില്ല. ഇവിടെ സെക്രട്ടറി എന്ന് പറയുന്ന ആള് CPM-ന്റെ ഓഫീസ് എന്ന് പറയുന്ന ആ ഒരു വേല അതേപടി ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇവിടെ അർഹരായിട്ടുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ എഴുതാനുള്ള അവസരം നിഷേധിച്ചപ്പോഴാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ട് ഹോൾ ടിക്കറ്റ് ലഭിക്കാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് ഇതേ ഹാളിൽ വെച്ച് കൃത്യമായിട്ട് നീതിയുക്തമായിട്ട് പരീക്ഷ നടത്താൻ വേണ്ടി തയ്യാറാണ്. അല്ലാതെ സെക്രട്ടറി പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടുന്ന തിട്ടൂരം വാങ്ങിയിട്ട് കുറച്ച് DYFI-കാർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരീക്ഷ നടത്താമെന്ന് വ്യാമോഹിക്കുന്നതാണെങ്കിൽ കൃത്യമായിട്ട് പറയുന്നു. ഇപ്പോഴത്തെ സഹകരണ വകുപ്പും അതുപോലെ തന്നെ ഇവിടെ ഒരു ഭരണമാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ കൂടെ തന്നെ പറയുകയാണ്, ഇവിടുത്തെ ക്യാഷ് വോച്ചറുകൾ നിങ്ങൾ ഏത് വീട്ടിലേക്കാണ് അല്ലെങ്കിൽ ഏത് പാർട്ടി ഓഫീസിലേക്കാണ് നിങ്ങൾ മാറ്റിയിട്ടുള്ളെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഇവിടുത്തെ സെക്രട്ടറി അടക്കമുള്ള ഇവിടുത്തെ ജീവനക്കാർ അതിന് കൂട്ടുനിന്നിട്ടുള്ള ഓരോരുത്തരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.